ഈ കേസ് നിലനിൽക്കുന്ന കേസല്ല. കാരണം 2024 ഏപ്രിലാണ് ഈ സംഭവം തിരുവല്ലയിൽ നടന്നെന്ന് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിൽ മോചിതനാകാൻ പോകുന്നു. എങ്ങനെയാണ് രാഹുൽ ജയിൽ മോചിതനാകാൻ പോകുന്നത് എന്നല്ലേ? പരാതിക്കാരി പരാതി നൽകിയതും മൊഴി നൽകിയതും എല്ലാം വീഡിയോ കോളിലൂടെയാണ്. അതായത് ഡിജിറ്റൽ മൊഴിയും ഡിജിറ്റൽ പരാതിയുടെയും ഒരു വാലിഡിറ്റി അത് വെറും 3 ദിവസമാണ്. ഈ 3 ദിവസത്തിനുള്ളിൽ പരാതിക്കാരി നേരിട്ടെഴുത്തി മൊഴി അങ്ങോട്ട് നൽകണം. പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇട്ട FIRന്റെ കാലാവധി 3 ദിവസമാണ്. അത് കഴിയുമ്പം FIR ഇല്ല. FIR ഇല്ലാത്തൊരു കേസിൻ്റെ പേരിൽ എന്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിനുള്ളിൽ കിടക്കണം? അയാളെ പുറത്തു വിട്ടൂടെ? ഇത് ഞാനല്ല പറയുന്നത്, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ അങ്ങോട്ട് പറയുന്ന കാര്യങ്ങളാണ് ഇത്. പിന്നെ രാഹുലേട്ടാ എവിടെയാ? അങ്ങോട്ട് ആഘോഷിക്കുമോ അല്ലയോ? രാഹുൽ ഈശ്വറിന് ഇരിക്കാനും നിൽക്കാനും കിടക്കാനും വയ്യെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്നലെ ഫെനീനേനെ കുറച്ച് ചാറ്റുകൾ അങ്ങോട്ട് പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നേ. ആ ചാറ്റുകൾ കണ്ടപ്പോൾ തൊട്ട് രാഹുൽ ഈശ്വരൻ അങ്ങോട്ട് ഇളകിയിരിക്കുക. ഇന്നലെ അടിച്ചീറി ഒരു വീഡിയോ ഇടുന്ന കണ്ടു, നമ്മുടെ ഫിന്നിനേനെ ഒരു സല്യൂട്ടൊക്കെ കൊടുക്കുന്ന കണ്ടു. കുറച്ച് മുമ്പും രാഹുൽ ഈശ്വർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ചോദ്യങ്ങളാണ്. നമുക്കും ചോദിക്കാം, ഏതൊരു സാധാരണക്കാരനും ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഈ സാധാരണ ആരെയും കുറ്റപ്പെടുത്താതെ നോർമലായിട്ടൊരു കാര്യം കാണുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ പലർക്കും ഇഷ്ടപ്പെടാത്തതും പലരെയും പിടിച്ച് ജയിലിനകത്തിടാനായിട്ടുള്ള ഒരു ത്വര കാണിക്കുന്നതും എനിക്ക് മനസ്സിലാവുന്നില്ല. നോർമലായിട്ടൊരു കാര്യം കാണുമ്പം നമുക്ക് തോന്നുന്ന സംശയങ്ങൾ അത് ഈ ഒരു വിഷയത്തിലും തോന്നുന്നുണ്ട്, ഇല്ലേ? പ്രത്യേകിച്ച് ഇന്നലെ ഫെന്നിനേനൻ ആ ഒരു ചാറ്റ് പുറത്തു വിട്ടപ്പോൾ അതിജീവിത, എനിക്ക് അതിജീവിത എന്ന് വിളിക്കാൻ താല്പര്യമില്ല. കാരണം പരാതിക്കാരി, അതാണ് രാഹുൽ ഈശ്വറും പറയുന്നത് കേട്ടു. പരാതിക്കാരി, അതാണ് കറക്റ്റ്. തെറ്റാണ് അയാൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ഒരു സ്ത്രീയോട് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കോടതി പറയട്ടെ. അപ്പം നമുക്ക് പറയാം ആ ഒരു സ്ത്രീ അതിജീവിത, രാഹുലേട്ടൻ ഒരു വേട്ടക്കാരൻ എന്നൊക്കെ പറയാം. ഇപ്പം അതിനൊന്നും ആയിട്ടില്ല. മനസ്സിലായില്ലേ? FIRന്റെ മറ്റേ കാലാവധി പോലും തീരാറായി. 3 ദിവസം കഴിയുമ്പോഴത്തേക്ക് നേരിട്ട് വന്ന് മൊഴിയൊക്കെ കൊടുക്കണം, എന്നാലേ പിന്നെയും പിടിച്ച് അകത്തിടാൻ പറ്റത്തുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും രാഹുൽ ഈശ്വർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് അവിടുന്ന് തുടങ്ങാം. കൂടാതെ വളരെ പ്രധാനപ്പെട്ട വേറെ കുറച്ച് കാര്യങ്ങളും ഒക്കെ നിങ്ങളെ കാണിക്കാനും പറയാനും ഒക്കെ ഉണ്ട്. ഫസ്റ്റ് നമുക്ക് ഇവിടുന്ന് അങ്ങ് തുടങ്ങാം. രാഹുലിന്റെ കേസ് വലിയ രീതിയിൽ മാറി മറിഞ്ഞു എന്ന് തന്നെ പറയണം. കാര്യം 2024 പീഡിപ്പിച്ചൊരു വ്യക്തിയെ 2025 അങ്ങോട്ട് ചെന്ന് സ്വകാര്യമായി കാണണം, ഫ്ളാറ്റിൽ പോയി കാണണം, ഡ്രൈവ് എടുക്കണം എന്നൊന്നും ആരും പറയില്ലല്ലോ. അപ്പൊ യഥാർത്ഥത്തിൽ ഫെനി ആ കേസ് മാറ്റിമറിച്ചു. പക്ഷെ ഇപ്പൊ ഫെനിയെ വേട്ടയാടാനാണ്. ഫെനിക്കെതിരെ പോലീസ് FIR മറ്റും വിട്ടു. ഫെനിക്കെതിരെയുള്ള FIR ഇതാണ്, ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കുന്നില്ല. ഇനി FIR കൊടുത്തു എന്ന് പറഞ്ഞാൽ അടുത്ത കേസ് എനിക്കെതിരെ വരും എന്നുള്ളതുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല. പോലീസ് സ്വമേധയാ കേസെടുത്തതാണ്. ഫെനി ഏറ്റവും മര്യാദയ്ക്ക്, ഞാൻ ഒരിക്കലും ഈ പരാതി കൊടുക്കുന്നവരെ അതിജീവിത എന്ന് വിളിക്കാറില്ല, പരാതിക്കാരി എന്ന് വിളിച്ചാൽ മതി. പരാതിക്കാരി എന്നാണ് നമ്മൾ വിളിക്കേണ്ടത്. പരാതിക്കാരിയുടെ പരാതി ജെന്യുവൻ ആണെന്ന് കോടതി കണ്ടെത്തിയാലേ ഇരയാകുകയുള്ളൂ, അല്ലെങ്കിൽ അതിജീവിതയാകുകയുള്ളൂ, മറ്റവൻ വേട്ടക്കാരനാകുകയുള്ളൂ. പക്ഷെ ഇപ്പൊ ഉദാഹരണം, ഉമ്മൻചാണ്ടി സാറ് വേട്ടക്കാരനല്ലല്ലോ. ഉമ്മൻചാണ്ടി സാറിനെതിരെ കള്ളപ്പരാതി കൊടുത്ത ആ സ്ത്രീ അതിജീവിതയല്ലല്ലോ. അപ്പോ നമുക്കറിയില്ല ആ പരാതിക്കാരി ജെന്യുവൻ ആകാം, അല്ലാതാകാം. പക്ഷേ അതുകൊണ്ട് പരാതിക്കാരി എന്ന് പറയണം. യഥാർത്ഥത്തിൽ നമ്മുടെ ഫെനി പോലും ഒരു രാഷ്ട്രീയ മര്യാദ വെച്ച അതിജീവിത എന്നൊക്കെയാ പറയുന്നത്. പക്ഷെ ഈ പരാതിക്കാരിക്ക് സീരിയസ്ലി ഞാനൊരു കാര്യം പറയട്ടെ, ഇന്നലത്തെ ഫെനിയുടെ പോസ്റ്റിൽ ഒരിടത്തു പോലും ആ സ്ത്രീയുടെ ഒരു ഐഡന്റിറ്റിയും പറയുന്നത് ഞാൻ കണ്ടില്ല. അവരുടെ പേരോ നാളോ ഒന്നും പറയുന്നില്ല. അവരെ മോശമായിട്ടുള്ളൊരു വാക്കുകൊണ്ട് പോലും വിശേഷിപ്പിക്കുന്നില്ല. പിന്നെന്തിനാണ് അയാളുടെ പേരിൽ കേസെടുത്തത്? അയാൾ കുറച്ച് ചാറ്റുകൾ പുറത്തു വിട്ടതുകൊണ്ടോ? അയാൾ തന്നെ കഴിഞ്ഞ ദിവസത്തെ അയാളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്, ഈ ചാറ്റുകളുമായിട്ട് നല്ല മീഡിയക്കാരെ പോയി കണ്ടിട്ടുണ്ടായിരുന്നേ, ഒരുത്തനും മൈൻഡ് ചെയ്തില്ല, അതുകൊണ്ടാണ് പുള്ളിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് വഴി പുറത്തേക്ക് വിട്ടത്. അല്ല, ആരെങ്കിലുമൊക്കെ പുള്ളി എടുക്ക ചെന്നിട്ട് ഇതെല്ലാം കളക്ട് ചെയ്തായിരുന്നെങ്കിൽ പുള്ളിക്ക് ഇത് ചെയ്യേണ്ട വരത്തില്ലായിരുന്നല്ലോ. ആരും മൈൻഡ് ചെയ്യുന്നില്ല. എല്ലാവർക്കും എങ്ങനെയെങ്കിലും രാഹുലിനെ മറ്റേ പട്ടയെന്നും പറഞ്ഞ് വെടിവെച്ചിടണം, ആ ഒരു മൂഡിലാണല്ലോ നടക്കുന്നത്. അല്ല, പുള്ളി മറ്റേ മാന്യനാണെന്നോ ഡീസൻ്റ് ആണെന്നോ ഞാനതൊന്നും പറയുന്നില്ല. എനിക്കറിയത്തില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയാണെന്ന്. പക്ഷേ നമ്മളെപ്പോലുള്ള ആളുകൾ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ എല്ലാ സൈഡും നോക്കുമല്ലോ. നോക്കുമ്പോൾ നമുക്ക് കുറേ ചോദ്യങ്ങൾ രാഹുലിൻ്റെ സൈഡിൽ നിന്ന് ചോദിക്കാനുണ്ട്. ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അപ്പുറം നിന്ന് കൊഞ്ഞണം കുത്തി കാണിക്കുക. അത് കാണുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും ഒരു സംശയം തോന്നില്ലേ, ലൈക്ക് എന്താണ് ഇവർ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്?
ഇതിപ്പോൾ ഇന്നലത്തെ ആ ചാറ്റിൽ ഇപ്പം രാഹുൽ ഈശ്വർ പറയുന്നത് പോലെ, ലൈക്ക് ഈ രാഹുൽ ഈശ്വറും മാങ്കൂട്ടും ഇടയ്ക്കിടയ്ക്ക് തെറ്റിപ്പോടെ, ഈശ്വർ പറയുന്നത് പോലെ ആ ഒരു ചാറ്റിൽ ആ ലേഡി പരാതിക്കാരി അവരങ്ങോട്ടാണ് 2024 എന്തോ ചെയ്തെന്ന് പറയുന്നു, 2025 എങ്ങനെ പിന്നൊരു ആള് അങ്ങനെയൊക്കെ ചോദിക്കുവോ? എനിക്ക് തോന്നുന്നില്ല. ഏതെങ്കിലും ചേച്ചിമാരെ നിങ്ങൾ ആരെങ്കിലും പറ, നിങ്ങൾക്ക് ആർക്കെങ്കിലും, അല്ലെങ്കിൽ ഒരു പുരുഷനാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളിൽ നിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അയാളെ കാണാനും പേഴ്സണലായിട്ട് കാണണമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോവോ? എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ബാക്കി കുറച്ചും കൂടെ ഒന്ന് കേൾക്കാം. വലിയ തിരിച്ചടിയാണ് ഫെനിയുടെ ഇടപെടലിൽ കിട്ടിയത്. യഥാർത്ഥത്തിൽ പരാതിക്കാരെ പോലീസാണ് അല്ലെങ്കിൽ ഭരണകൂടമാണ്, സ്റ്റേറ്റ് ആണ് മുമ്പോട്ട് ഇറക്കി കൊണ്ടുവരുന്നത് എന്ന് തെളിയിക്കുന്ന വലിയൊരു കാര്യമാണ്. പോലീസ് തന്നെ സുവമോട്ടോ ആയിട്ട് ഫെനിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. സ്ത്രീത്വത്തെ അപമാനിച്ചു, ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞു. എവിടെ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്തു? ചുമ്മാ പറയുക, എനിക്കെതിരെ കള്ളക്കേസ് എടുത്തതുപോലെ. അതായത് എനിക്കെതിരെ പെൺകുട്ടിയുടെ ഫോട്ടോ ഇട്ടു എന്ന് ആദ്യം പറഞ്ഞു, അത് നിൽക്കില്ല എന്ന് കണ്ടു. ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്തില്ല എന്ന് പറഞ്ഞു, അത് നിൽക്കില്ല എന്ന് കണ്ടു. പിന്നാണ് അധിക്ഷേപിച്ചു എന്ന് പറയുന്നത്. അപ്പൊ ഫെനിക്കെതിരെ യഥാർത്ഥത്തിൽ അങ്ങനെ അധിക്ഷേപ പരാമർശം നടത്തി ഒക്കെയുള്ള 72(1) 79 IT ആക്ടിലെ 67 ഇട്ടിരിക്കുന്നത്. ജനുവരി 10. അല്ല, എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. നിങ്ങളെല്ലാവരും കണ്ടതാണല്ലോ ആ ചാറ്റുകളും അല്ലെങ്കിൽ പുള്ളി എഴുതി വെച്ചിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റും. എവിടെങ്കിലും അധിക്ഷേപിക്കുന്ന രീതിയിൽ എനിക്ക് തോന്നിയിട്ടില്ല. അല്ല, ഇത് ചില പോലീസുകാർക്കും എന്താ നിങ്ങൾക്ക് മാത്രം നിങ്ങളോടുള്ള ഒരു സ്നേഹം, നിങ്ങളോടുള്ള ഒരു വിശ്വാസം ജനങ്ങൾക്ക് ഇല്ലാതെയാകും. മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള പരിപാടികൾ കാണുമ്പോൾ എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചത്, ജനങ്ങൾക്ക് പോലീസിനോടും ഇവിടുത്തെ നിയമസംഹിതയോടുമുള്ള വിശ്വാസം, ട്രസ്റ്റ്, അത് ഇല്ലാതെയാകും. ഇന്നലത്തെ ആ പോസ്റ്റിൻ്റെ, ആ ചാറ്റ് പുറത്ത് വിട്ടതിൻ്റെ പേരിൽ ആ ചാറ്റിലെങ്ങും ഞാൻ ശ്രദ്ധിച്ച കാര്യമാണ്, ഈ വാട്സപ്പ് ചാറ്റുകളിൽ പേര് പോലും ഫിന്നി മറച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തിനാണ് ആ ചാറ്റുകളും കൂടെ പോലീസുകാർ കളക്ട് ചെയ്തിട്ട് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അന്വേഷിക്കുക? അതല്ലേ ചെയ്യേണ്ടത്? ഇവിടെ എന്താ അത് ചെയ്യാനായിട്ട് താല്പര്യം കാണിക്കാതെ? അത് പുറത്ത് വിട്ടവനെ അങ്ങ് ഇല്ലാതാക്കാനാണല്ലോ ഇവിടെ പലർക്കും മുട്ടി നിൽക്കുന്നത്. അതെന്താ അങ്ങനെ? നാറും കേട്ടോ, മൊത്തത്തിൽ അങ്ങോട്ട് നാറും. ചോദ്യങ്ങൾ ചോദിക്കുന്നവരുടെ വായടച്ച് പൂട്ടിക്കുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, ഇതിനോട് നമുക്ക് ആർക്കും യോജിപ്പില്ല. വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പറ, നിങ്ങൾക്ക് യോജിപ്പുണ്ട് ഈ പരിപാടിയോട്? ഈ വാ മൂടിക്കെട്ടിക്കാൻ ശ്രമിക്കുന്ന ഈ പരിപാടിയോട്? നമുക്ക് ബാക്കി കേൾക്കാം. വൈകിട്ട് 8 മണിക്കാണ് ഒക്കറൻസ് എന്ന് പറയുന്ന കാര്യം ഇട്ടിരിക്കുന്നത്. ഇൻഫർമേഷൻ റിസീവ്ഡ് അറ്റ് PS. ഇന്നലെ രാത്രി 10:30 ഇൻഫർമേഷൻ റിസീവ് ചെയ്തിരിക്കുന്നത്. പോലീസ് സ്വമേധയാ കേസ് എടുത്തിരിക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിലുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഫെനി ഇനിയും കുറച്ച് ദിവസം നിയമപോരാട്ടത്തിന്റെ പാതയിൽ പോകേണ്ടി വരും. പക്ഷേ ഫെനിയെ പോലുള്ള ഒരാളെ കുറിച്ച് ലിജോ എറയിൽ നല്ല രസകരമായ ഒരു പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. അത് കാണേണ്ട ഒരു പോസ്റ്റാണ്. ഒരുപക്ഷെ നമ്മളെല്ലാം കാണേണ്ട ഒരു പോസ്റ്റാണ് ഈ ചെറുപ്പക്കാരനെ കുറിച്ച്, ഫെനിയെ കുറിച്ച്. രാഹുൽ നിയമത്തിന്റെ മുമ്പിൽ തെറ്റുകാരനാണോ അല്ലയോ എന്നൊക്കെ നിയമവും കാലവും തെളിയിക്കട്ടെ. പക്ഷെ മോനെ ഫെനി, കഷ്ടകാലത്തിന്റെ ലക്ഷണം കാണുമ്പോഴേ ഇട്ടിട്ടോടിപ്പോകുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമുള്ള ഈ കാലത്ത് നിന്നെ പോലുള്ള ഒരു സുഹൃത്ത് അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം തന്നെയാണ്. ഫെനിക്ക് വലിയൊരു സല്യൂട്ട്. നിലനിൽപ്പല്ല നിലപാടാണ് എന്ന് കാണിച്ചു തന്നവൻ അവനാണ് ഫെനി. നിലനിൽപ്പല്ല, സ്വന്തം നിലനിൽപ്പല്ല, സത്യത്തിന് വേണ്ടിയുള്ള നിലപാടാണ് എന്ന് കാണിച്ചു തന്ന ഫെനി നൈനാന് വലിയൊരു സല്യൂട്ട് കൊടുക്കും. ഫെന്നി നൈനാൻ എനിക്ക് പുള്ളിയെ പേഴ്സണലായിട്ട് അറിയത്തൊന്നുമില്ല, അതുകൊണ്ട് സല്യൂട്ട് കൊടുക്കാനോ അത്ര മികവുറ്റ കാര്യം പുള്ളി ചെയ്ത പോലൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പുള്ളിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ, അത് പക്ഷെ വലിയ കാര്യം തന്നെ കേട്ടോ. ചെറിയൊരു കാര്യമായിട്ട് നമുക്ക് അങ്ങനെ കളയാനൊന്നും പറ്റത്തില്ല. കാരണം പുള്ളി ഓപ്പണായിട്ട് കാര്യങ്ങൾ പറഞ്ഞല്ലോ. പുള്ളിക്ക് അറിയാവുന്ന, പുള്ളിയോട് ആ ഒരു പരാതിക്കാർ ചാറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പുള്ളിക്ക് ലൈക്ക് എല്ലായിടത്തും പറയുന്ന കേട്ടപ്പോൾ, വിദേശത്തുള്ള ആൾ ഇതൊക്കെ കേട്ടപ്പോഴത്തേക്ക് പുള്ളിക്ക് ഇന്ന ആളെന്നൊരു ഡൗട്ട് തോന്നി ചാറ്റ് പുറത്തേക്ക് അങ്ങോട്ട് ഇട്ടു. മനസ്സിലായില്ലേ? അതപ്പോൾ ആ വ്യക്തിയുടെ തന്നെ ചാറ്റ് ആയതുകൊണ്ടാണ് ആ വ്യക്തിയും ചാടി അങ്ങോട്ട് ഇറങ്ങിയത്. പോലീസും മാമന്മാരും സ്വയമേ അങ്ങോട്ട് കേസൊക്കെ എടുത്തത്. മാമന്മാരെ കൊള്ളാം. പക്ഷെ ഈ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് FIR-നകത്ത് എഴുതുന്നത് ശുദ്ധ തെമ്മാടിത്തരം തന്നെയാണ്. കാരണം ജനങ്ങൾ, നമ്മളെല്ലാവരും കണ്ടയാടെ, നമ്മുടെയൊക്കെ ഈ 2 കണ്ണുകൊണ്ട് നമ്മൾ കണ്ടതാ. അപ്പോൾ അത് തെണ്ടിത്തരാമെന്ന് നമ്മൾ പറയും. കാരണം അതിനകത്തൊന്നും ഇല്ല, ഒരു ഐഡന്റിറ്റി അതിനകത്ത് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. പിന്നെ എന്തിന് ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യുന്നു എന്ന് FIR-നകത്ത് എഴുതിയിട്ടിരിക്കുന്നു. എൻ്റെ പൊന്നെ, തെമ്മാടിത്തരമല്ലേ ആ കാണിക്കുന്നത്? ചോദ്യം ചെയ്യണ്ടേ? ചോദ്യം ചെയ്യാം, പക്ഷേ വാ അടച്ച് മൂടിക്കെട്ടിക്കും. എന്താണെങ്കിലും
ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് മാങ്കൂട്ടത്തിൽ കേസുമായി ബന്ധപ്പെട്ട്. കേസ് നിൽക്കാനൊന്നും പോകുന്നില്ല, ഉറപ്പായിട്ടും ഈ കേസ് നിൽക്കത്തില്ല. പിന്നെ ഇപ്പോഴത്തെ ഒരു ഷോയ്ക്ക് വീണ്ടും അങ്ങനെ പിടിച്ച് കുറച്ച് ദിവസം ജയിലിനകത്തിട്ട് തള്ളി പൂട്ടിയിട്ടേക്കുന്നു. എന്തിന്? പുള്ളിക്കുണ്ടാവുന്ന മാനക്കേട്. പിന്നെ കോഴിയൊക്കെ ആയിരിക്കും, അല്ലാന്നൊന്നും പറയുന്നില്ല. പുള്ളി ആര് വന്ന് പരാതി കൊടുത്താലും അവരെയൊക്കെ അറിയാമെന്ന് പുള്ളി പറയുന്നുണ്ട്, അത് വേറെ കാര്യം. ചെറിയൊരു റോമി ആയിരിക്കാം, അല്ലാന്നൊന്നും പറയുന്നില്ല. പക്ഷേ പുള്ളി മാത്രമല്ല കുറ്റക്കാരൻ എന്നുള്ളൊരു ഫീൽ ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ. പുള്ളിയെ കൊടുക്കാൻ എന്തിനാണ് ഇത്ര അങ്ങോട്ട് ത്വര പിടിച്ച് ഓരോരുത്തർ നടക്കുന്നത്? പുള്ളിക്ക് സപ്പോർട്ടാവുന്ന എന്തെങ്കിലും ഒരു ചാറ്റ് വെളിയിൽ വന്ന ഉടനെ ആ ചാറ്റ് പുറത്തു വിട്ടവൻ അധിക്ഷേപിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയേണ്ട കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. ആരും പരാതിക്കാരിയെ ഇവിടെ അധിക്ഷേപിക്കുന്നില്ല, മനസ്സിലായില്ലേ? അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യത്തുമില്ല. പക്ഷെ അതിവിടെ കാണുന്നില്ല. ഉണ്ടെങ്കിൽ നമുക്ക് പറയാം, പിടിച്ച് ആട്ടിവിടാം ഞാനൊക്കെ. പക്ഷെ അതൊന്നും കാണുന്നില്ല. എന്താണെങ്കിലും ഇത് ഈ വാർത്ത ഒന്ന് കേട്ടെ, എന്നിട്ട് ബാക്കി. ജോർജ് ജോസഫ്, ഇവിടെ ഈ മെയിൽ പരാതിയിൽ 3 ദിവസത്തിനകം പരാതിക്കാരി നേരിട്ട് ഹാജരായി ഒപ്പിടണം എന്ന വ്യവസ്ഥ പാലിച്ചിട്ടില്ല. അതുകൊണ്ട് അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്നങ്ങ് ബ്ലൈൻഡായി വാദിക്കാൻ പറ്റുമോ? ഇനി ആ വാദത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടെന്ന് നമുക്ക് ഉയരുന്ന ഗുരുതരമായ ആരോപണത്തിന് മാരക സ്വഭാവം ഇല്ലാതാക്കുന്നതാണോ എന്തെങ്കിലും ഒരു സാങ്കേതിക തകരാറ്? ശ്രീ ജോർജ് ജോസഫ്, ഈ കേസ് നിലനിൽക്കുന്ന കേസല്ല. കാരണം 2024 ഏപ്രിലാണ് ഈ സംഭവം തിരുവല്ലയിൽ നടന്നെന്ന് പറയുന്നത്. 2024 ഏപ്രിൽ ആയപ്പോൾ പുതിയ നിയമങ്ങൾ വന്നു കഴിഞ്ഞു. 2023 BNS അതുപോലെ BNSS ഒക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ ആ നിയമം അനുസരിച്ച് കേസെടുക്കാൻ പറ്റുള്ളൂ. അത് സാധാരണ IPC കേസെടുക്കുന്നത് ആ പുതിയ നിയമം 2020 വരുന്നതിന് മുമ്പുള്ള ദിവസം വെച്ച് ആ ദിവസം ആണെങ്കിൽ IPC കേസെടുക്കാം. ഇപ്പം പോലീസിന് അവിടെ തെറ്റിപ്പോയി, IPC ഓഫൻസസ് ആണ് വെച്ചിരിക്കുന്നത്. അപ്പം 173(2) BNS പ്രകാരം ഒരാൾക്ക് വേണമെങ്കിൽ മൊഴി നേരിട്ട് കൊടുക്കാം പോലീസ് SHO മുമ്പാകെ. വിദേശത്തുള്ള ആൾക്ക് ഇലക്ട്രോണിക്കൽ മീഡിയയിൽ ഉപയോഗിച്ചിട്ട് അവർക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാം. അങ്ങനെ ഇലക്ട്രോണിക് മീഡിയയിൽ ആരെങ്കിലും കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ആൾ കംപ്ലയിൻറ്റ് 3 ദിവസത്തിനകം SHO മുമ്പാകെ വന്ന് മൊഴി രേഖപ്പെടുത്തണമെന്നാണ് പുതിയ നിയമത്തിൽ പറയുന്നത്. അപ്പോൾ അത് ഇവിടെ നടന്നിട്ടില്ല. 3-ാം ദിവസത്തിനകം അത് മൊഴിയാണോ രഹസ്യമൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം 3 ദിവസം രഹസ്യമൊഴി അങ്ങനെയൊന്നുമില്ല. മൊഴി ഇല്ല, രഹസ്യമൊഴി എന്നൊരു സംഭവം ഇല്ല, എല്ലാ മൊഴിയേ ഉള്ളൂ. എന്തിനാ രഹസ്യം? അങ്ങനെ രഹസ്യമൊഴി ഈ നടപടി വീഡിയോ കോൺഫറൻസിലൂടെ 164 രേഖപ്പെടുത്താൻ പോകാനുള്ള പോലീസ് അത് കൂടുതൽ ഇല്ല, തെറ്റ് ഇല്ല. 164 ഒക്കെ IPCക്കകത്തല്ലേ കിടക്കുന്നത്. അതവിടെ കിടക്കട്ടെ. നമുക്ക് ഇപ്പോഴത്തെ BNS അനുസരിച്ച് ഒരു മൊഴി ഒരാൾ കൊടുത്ത് ഒരു കേസ് എടുക്കാം. അത് ഇലക്ട്രോണിക് മീഡിയ ഉപയോഗിച്ചിട്ട് മൊഴി കൊടുക്കാം. അത് ഇലക്ട്രോണിക് മീഡിയ വന്നു കഴിഞ്ഞാൽ ആ ആൾ 3 ദിവസത്തിനകം, അതാണ് ഇപ്പോഴത്തെ ഇന്ത്യയിലെ നിയമം, 3 ദിവസത്തിനകം ആ മൊഴി ഓറലായിട്ട് കൊടുത്ത് ഒപ്പിട്ട് വാങ്ങിക്കണം. അങ്ങനെ ഒപ്പിട്ട് SHO വാങ്ങുമ്പോൾ അത് വീഡിയോഗ്രാഫി ചെയ്യണമെന്നുണ്ട്. അങ്ങനെ വാങ്ങുന്ന മൊഴി ഒരു ലേഡി ഓഫീസർ ആയിരിക്കണമെന്ന് പറയും. ഇത് പുതിയ നിയമം അനുസരിച്ച് BNSSന്റെ കാര്യത്തിൽ കിടക്കുന്ന കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ അതൊന്നും ഇല്ലാതെ ആ സ്ത്രീ ഇപ്പോൾ എവിടെയാണെന്ന് പോലും അറിയത്തില്ല. ഇലക്ട്രോണിക് മീഡിയ വെച്ച് കേസ് എടുത്തിട്ട് എത്ര ദിവസമായി? അപ്പോൾ അത് ഇൻവാലിഡായി ആയ FIR, അത് വാലിഡിറ്റി ഇല്ല FIR എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന കാര്യം വേറെ ആവശ്യം. അത് തന്നെയല്ല, ഇതിനകത്ത് നമ്മളൊരു കാര്യം ചെയ്യണം. ഇതിനകത്ത് മെഡിക്കൽ എക്സാമിനേഷൻ ഇമ്മീഡിയറ്റ് ബാക്കി കേൾപ്പിക്കാമേ. പുള്ളി കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എനിക്ക് അറിയാൻ പാടില്ല. പക്ഷേ ഒരു പരാതിക്കാരി പരാതി കൊടുത്തു, കേട്ടല്ലോ. നേരിട്ട് വന്നിട്ടല്ല, 3 ദിവസത്തിനുള്ളിൽ നേരിട്ട് വന്ന് മൊഴി കൊടുക്കണം. ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ FIR നിലനിൽക്കില്ല. FIR പോലും ഇല്ലാത്തൊരു കേസിൻ്റെ ഇൻവാലിഡായി. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോഴും ഇതിൻ്റെ പേരിൽ മാങ്കൂട്ടത്തിനകത്ത് കിടക്കുന്നത്. ഈ ഒരു കേസിൽ മാത്രം എല്ലാം കറക്റ്റ് നിയമത്തിൻ്റെ വഴിയേ അല്ലല്ലോ പോകുന്നത്. അതെന്താ അങ്ങനെ? എന്താ അങ്ങനെ? അതുപോലെ തന്നെ ഫെനി ജോർജ് എന്ന് പറയുന്ന ആൾ, ഫെനി നയനാൻ, സോറി, അയാൾ വന്ന് ഇട്ടിരിക്കുന്ന, അല്ലെങ്കിൽ അയാൾ പുറത്തേക്ക് ഇപ്പോൾ നമ്മളിലേക്ക് എല്ലാവരിലേക്കും എത്തിച്ച ആ സ്ക്രീൻഷോട്ടുകൾ ചാറ്റിൻ്റെ, അതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണ് അന്വേഷിക്കാൻ ഇവിടെ ആർക്കും ഒരു ത്വരയും കാണാത്തത്? എന്തുകൊണ്ടാ? അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഈ ഒരു കേസിൽ മാത്രം എല്ലാം ഒരു ഉഴപ്പം മട്ടാണല്ലോടെ. അയാൾ അകത്തു പോകണം, അവൻ ഇനി മത്സരിക്കരുത്, അവർ രാഷ്ട്രീയ ഭാവി ഉണ്ടാവരുത്. അവൻ വന്നാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നല്ലത് നടന്നാലോ. ഇതൊക്കെ ചിന്തിച്ചിട്ട് ആ വ്യക്തിയെ മനഃപൂർവ്വം ഇല്ലാതെയാക്കാൻ ആരെങ്കിലും ഒക്കെ കളിക്കുന്ന ഒരു കളി പോലെ ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ ഇപ്പോഴത്തെ കളികൾ കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഓരോ പോയിന്റ് ഞാൻ പറഞ്ഞു കഴിയുമ്പോഴും പറ്റുമെങ്കിൽ ഒന്ന് രേഖപ്പെടുത്തുക താഴെ കമൻറ്റ് ബോക്സിൽ. ഇനി കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ്, ഞാൻ ഈ വീഡിയോ ചെയ്യാനിരിക്കുന്നതിന് 3 മണിക്കൂർ മുമ്പ് ഈ ഫെനി നയനാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് കാണാം. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം പെട്ടെന്ന്. എനിക്കെതിരെ പത്തനംതിട്ട സൈബർ പോലീസ് കേസെടുത്തിരിക്കുന്നു. പരാതിക്കാരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി അശ്ലീല ചുവയുള്ള സന്ദേശങ്ങൾ പോസ്റ്റ് ചെയ്തു എന്നൊക്കെയാണ് കേസ്. ജാമ്യമില്ലാത്ത വകുപ്പുകളും FIR-ലുണ്ട്. എൻ്റെ പോസ്റ്റുകൾ വായിച്ചവർക്ക് മനസ്സിലാകും ഞാൻ പരാതിക്കാരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുകയോ അവരെ പറ്റി അശ്ലീല പരാമർശം നടത്തുകയോ ചെയ്തിട്ടേയില്ല എന്ന്. കേസ് വന്നതുകൊണ്ട് പിന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് രാഷ്ട്രീയ വേട്ടയാടലാണ്. ഇന്നലെ ഞാനിട്ട പോസ്റ്റിൽ പരാമർശിച്ചതുപോലെ കേസിനെ നേരിടും.
ജാമ്യത്തിനായി കോടതിയെ സമീപിക്കും. FIRന്റെ നിയമ സാധുതയെ ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ സമീപിക്കും. തലയും വാലും ഇല്ലാത്ത ചാറ്റുകളല്ല ഞാൻ പുറത്തുവിട്ടത്. അവരുമായി ആദ്യം മുതൽ സംസാരിക്കുന്ന ചാറ്റുകൾ കൈവശമുണ്ട്. അതെല്ലാം ശാസ്തമംഗലം അജിത് സാർ, അഡ്വക്കേറ്റ് ശേഖർ സാർ എന്നിവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ചാനലിൽ ഇന്ന് പരാതിക്കാരി പുറത്തുവിട്ട സന്ദേശത്തിൽ എന്നോട് സ്നേഹത്തോടെ പറഞ്ഞതുപോലെ ഫെന്നി നയനാൻ പേടിച്ചിട്ടുമില്ല. കണ്ടല്ലോ, അവൻ ചോദിക്കുന്നത് കറക്റ്റ് അല്ലേ? അവൻ്റെ ആ ചാറ്റിനകത്ത് ഞാൻ വായിച്ചൊരാളാ. എനിക്കതിനകത്ത് ഒരു മോശം, അതിനകത്ത് ഒരാളുടെയും പേരും പറയുന്നില്ല, ഒരാളെയും കുത്തുന്നില്ല, പരാതിക്കാരി തെറ്റുകാരിയാണെന്നോ അങ്ങനെ ഒന്നും പറയുന്നില്ല. ഒരു ചാറ്റ് പുറത്ത് വിട്ടപ്പോഴേ ആർക്കൊക്കെയോ അങ്ങ് പൊള്ളി. എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. ആ ചാറ്റിൻ്റെ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എടുക്കണം. ഇവിടെ പുരുഷന്മാർക്ക് ചോദിക്കാൻ പറയാനൊന്നും ആരും ഇല്ലേ? ഏതൊരു കേസും എടുത്ത് അങ്ങ് പെടലിക്ക് വെച്ച് അങ്ങ് തള്ളിയേക്കാന്നാണോ? തെമ്മാടിത്തരമാണത്. ഡാഡി ഇല്ലാത്ത പരിപാടിയാണ് അത് എന്ന് തന്നെ ഞാൻ പറയും. ഞാൻ എൻ്റെ അഭിപ്രായങ്ങളാണ് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.